ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ആഫ്റ്റർനൂണത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുക്കിംഗ് പോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇല്ലേ, അതും കൂടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മൊത്തത്തിൽ കണ്ടൊക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ ഉണ്ടല്ലോ, ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സമയത്തില്ലേ, ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ടീ ടൈമിനൊക്കെ മുന്നേ ആയിട്ടുള്ള സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ റീഫിൽ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാനുള്ളത്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു സമയത്തായിട്ട് അധികം ചെയ്ത് വെക്കൽ. അതായത് കുറച്ചൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം, മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മിക്കപ്പോഴും അത് മോർണിംഗ് തന്നെയാവും ചെയ്യുക. അല്ലാണ്ട് ചെറുതായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഞാൻ ചെയ്യാം. അപ്പം ഈ നമ്മുടെ റൈസൊക്കെ ഇല്ലേ, അത് ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുകയാണ്. എനിക്കങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു ശീലമൊന്നുമില്ല കേട്ടോ, അത് പണ്ട് തൊട്ടേ ഇല്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കങ്ങനെ കിടക്കാൻ അവസരങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യണമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു നമ്മളങ്ങനെ ചെയ്ത് ശീലമില്ലാത്ത കാരണം ആ ഒരു സമയമാകുമ്പോൾ അങ്ങനെ ഉറക്കമൊന്നും വരില്ല. പിന്നെ മാത്രമല്ല, അങ്ങനെ ഉറങ്ങുമ്പോഴേക്കും ഒരുപാട് സമയം നഷ്ടാവില്ലേ, ആവശ്യമില്ലാത്തൊരു ഉറക്കമല്ലേ അത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും റെസ്റ്റ് എടുക്കണം അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ ഓക്കെ, കിടക്കൊക്കെ ചെയ്യും. അങ്ങനെ അല്ലാണ്ട് ഞാൻ അങ്ങനെ കിടക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ കിച്ചണിലെ കാര്യമാണ് ഞാൻ കാണിക്കണമെങ്കിലും കിച്ചണിലെ കാര്യം മാത്രമല്ല, വേറെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കി വയ്ക്കുക. ഈ ഒരു സമയമാണ് ഞാൻ അധികം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിറച്ച് വയ്ക്കാനൊക്കെ ഉണ്ടാവില്ലേ കിച്ചണിലേക്കുള്ളത്, അതങ്ങനെ നിറച്ച് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാക്കറ്റ് പൊട്ടിക്കുക ഇട്ട് വെക്കുക, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ മുന്നിൽ കാണുമ്പം ഒരു പ്രത്യേക സുഖമാണ് എനിക്ക്. ഞാൻ എൻ്റെ കാര്യം മാത്രമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയം അധികം യൂസ് ചെയ്യില്ല. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കും. പിന്നെ എനിക്ക് എല്ലാതും ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതൊരു പോസിറ്റീവ് ഇതായിട്ട് എനിക്ക് തോന്നുക കേട്ടോ. എനിക്കങ്ങനൊരു ഇതാ തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ടൈറ്റ് സ്കെഡ്യൂളൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊന്നും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പെട്ടെന്ന് ഓരോന്ന് ചെയ്യുമ്പോഴേക്കും എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അല്ലാത്ത ഫ്രീ ടൈമുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഹെവി ആയിട്ടുള്ള കുക്കിംഗ് ചെയ്യുമ്പോഴോ, അതിനിടയ്ക്ക് ഒരു കാര്യം, ഞാനങ്ങനെ ഹെവി കുക്കിംഗ് എപ്പോഴും ചെയ്യുന്ന ആളൊന്നല്ല കേട്ടോ. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ഹെവി കുക്കിംഗ് ചെയ്യുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഹെവി കുക്കിംഗ് ഡെയിലി ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്ന് വെച്ചിട്ട് ചെയ്യില്ല എന്നല്ല, ഡെയിലി ചെയ്യില്ല അങ്ങനെ കേട്ടോ ഞാൻ മീൻ ചെയ്തത്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനൊരു ചെറിയൊരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതിട്ട് വളരെ ചെറുത്, നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനത്തെ സാധനം എൻ്റെ അടുത്ത് ഉണ്ട് ഒരു കുഞ്ഞിത്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളത് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലേഡും അതിൻ്റെ ആ ഒരു എന്താ പറയുക ബൗളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ട് കഴുകി ഡ്രൈ ആക്കിയിട്ട് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴുകി വെക്കുക കേട്ടോ. ഞാനിത് ഒത്തിരി റിവ്യൂസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇന്നിപ്പോൾ എനിക്ക് ഡെലിവറി കിട്ടിയിട്ടേ ഉള്ളൂ അത്. പിന്നിപ്പോൾ സ്പൈസ് റാക്ക് ഓർഗനൈസ് ചെയ്ത സമയത്ത് 1-2 ബോട്ടിൽസും കൂടെ എംറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയിട്ട് റീഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഗ്രീൻ ടീ ആണ്. അതിൻ്റെ ഈ ഒരു ഇതൊന്ന് ബോക്സിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഞാൻ ഈ ഫ്ലേവേർഡായിട്ടുള്ള
ടീ ഇല്ലേ, അത് കുറേയൊക്കെ ട്രൈ ചെയ്യൂട്ടാ. പക്ഷേ ഗ്രീൻ ടീ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. ബാക്കിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടൊക്കെ ഈ എന്താ പറയുക ജിഞ്ചർ ടീ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, റോസിൻ്റെത് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ട്രൈ ചെയ്യലുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എടുക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സിലിട്ടിട്ട്, ഇതിങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇങ്ങനെയുള്ള ഒരു സ്റ്റോറേജ് ബോക്സ്. ഇത് ഭയങ്കര ഈസി ആട്ടാ. ഇത് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് വെച്ചിട്ട് ഈ ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാണ്. മറ്റേ ആ ഒരു പാക്കറ്റ് തുറന്ന് അതൊന്ന് എടുക്കും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ മാത്രമല്ല നമ്മളിത് വെക്കുന്ന ഒരു സ്പേസ് നല്ല ഭംഗിയിൽ ഇരിക്കുകയും ചെയ്യും. ടീ ബാഗ്സ് ഒക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിലിപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ. ഇനിയിപ്പോൾ ഇതാ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തീർന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ചുണ്ടായിരുന്നു, 1.5 ടീസ്പൂണെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ റെഡിയാക്കിയപ്പോൾ അതിലേക്ക് യൂസ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇല്ല, ഗരം മസാല കഴിഞ്ഞു, നാളത്തേക്ക് തൊട്ടുള്ള ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സമയത്ത് ഫ്രീ ആയപ്പോൾ അതും കൂടി അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കാണ് കരുതിയിട്ടാ. ഞാനിങ്ങനെ എന്താ പറയുക, സ്പൈസസ് ൻ്റെ ഇതില്ലേ, ഇടുന്ന സാധനങ്ങൾ എപ്പോഴും ഒരുപോലെ ഒന്നും അല്ല കേട്ടോ. ഞാൻ പലതരത്തിലാണ് ഉണ്ടാക്കുക. അതായത് ചില സമയത്ത് ഇടുമ്പോൾ ഇതിലേക്ക് മെയ്സൊക്കെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ, അതൊന്നും ചേർക്കൊന്നുമില്ല. അതൊന്നും എപ്പോഴൊന്നും വീട്ടിൽ അവൈലബിൾ ഒന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ അത് ചേർക്കൊന്നുമില്ല. പക്ഷെ എന്തായാലും ഞാൻ എപ്പോഴും ഏലക്കയും ഗ്രാമ്പൂവും പിന്നെ നമ്മുടെ പട്ടയില്ലേ, സിനമൺ, അതും പിന്നെ നമ്മുടെ വലിയ ജീരകം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. പിന്നെ അതിനകത്ത് ചേർക്കുന്ന ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു ഇപ്പോൾ കാണിച്ച മെയ്സ്, പിന്നെ ജാതിൻ്റെ അതില്ലേ, ജാതിക്ക ഇല്ലേ, അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ചേർക്കുള്ളൂ. അപ്പോൾ ഇപ്പം ഉണ്ടാക്കണതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ വലിയ ജീരകം, പിന്നെ മെയ്സ്, പിന്നെ ചെറിയൊരു ജാതിക്കേൻ്റെ ഒരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ ആ ഒരു സ്റ്റാർ അനീസ് എന്ന് പറയുന്ന സാധനമില്ലേ, അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ ഇന്നത്തെ ഇതിൽ ഞാൻ ചേർക്കണുള്ളൂ. ഞാൻ മുന്നേ ഇങ്ങനെ കണ്ടിട്ട് ജീരകമില്ലേ, ചെറിയ ജീരകം, ക്യുമിൻ, അത് കുറച്ച് ചേർത്തിട്ട് ഞാൻ മസാല ഉണ്ടാക്കി വെക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതങ്ങനെ കഴിക്കും. പക്ഷേ നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ ചേർക്കലില്ല, ജീരകം അങ്ങനെ ചേർക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഏതോ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട്, പക്ഷേ അത് വേറൊരു സാധനമായിരുന്നു. ഈ ഒരു സാധനമല്ല വരിക, അതിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റേ ആ ഒരു മറ്റേ എന്താ 3 തരം ജീരകം ഉണ്ടല്ലോ, ഫെനലും ക്യുമിനും പിന്നെ എന്താ ഷാജീര എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെയാണ് തോന്നുന്നു പേര്. അത് ഞാൻ തീരെ ചേർക്കലില്ല. ഞാനിപ്പോൾ ഈ പറയുന്നത് ചെറിയ ജീരകത്തിനെ പറ്റിയിട്ടാണ്. ക്യുമിൻ സീഡ്സ് ഇല്ലേ, അതിനെ പറ്റിയിട്ടാണ് പറയണേ. അതൊരു ടീസ്പൂണെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് അങ്ങനെ പൊട്ടയായിട്ട് പറയാനൊന്നുമില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു അത്. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ ജീരകം ചേർക്കണില്ല, സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഈ ഒരു പോട്ടിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് ഈ പോട്ടിനെ പറ്റിയിട്ട് കുറച്ച് 1-2-3 കമൻ്റ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻസിൻ്റെ റിപ്ലൈ ആണ് ഇപ്പോൾ, അതായത് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഫുജിഹോറോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് പ്രീമിയം ബ്രാൻഡിൻ്റെ 2-in-1 കുക്കിംഗ് പോട്ടാണ്. 2-in-1 എന്ന് പറഞ്ഞത് ഇതിൽ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ അന്ന് കുക്ക് ചെയ്തതുപോലെ ഞാനതിൽ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സ്റ്റീം ചെയ്യാനും പറ്റൂട്ടാ. ഇതിലൊരു സ്റ്റീമർ ഒരു തട്ടും കൂടി വരുന്നുണ്ട്. അപ്പം നമുക്ക് സുഖമായിട്ട് ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഈ പഴമൊക്കെ സ്റ്റീം ചെയ്തെടുക്കില്ലേ, അത് പിന്നെ അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൗകര്യമാണ് കേട്ടോ ഇതിൽ ചെയ്യാനായിട്ട്. ഇതാ വരിക, നമ്മൾ പോട്ടിലേക്ക് വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റീം ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നെങ്കിൽ ഡയറക്റ്റ് വെച്ചെടുക്കുക, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് വെക്കേണ്ടത് വെച്ചാൽ അങ്ങനെയും ചെയ്യാം.
ഇതിൽ ഇനാമൽ കോട്ടിങ്ങാണ് വരുന്നത് ഈ ഒരു പാത്രത്തിന്മ. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് സ്ക്രാച്ചസ് ഒന്നും വീഴില്ല കേട്ടോ. നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ സ്ക്രാച്ചസ് ഒന്നും വീഴില്ല. പിന്നെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് പറയണത് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഞാൻ വീഡിയോസിൽ എടുക്കാൻ കുറച്ച് വൈകിയേ ഉള്ളൂ. ഇതിൻ്റെ കളേഴ്സ് വേറെ അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിപ്പോൾ റെഡാണ്, എൻ്റെ അടുത്തുള്ളത് റെഡാണ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, പിന്നെ നേവി ബ്ലൂ ഇല്ലേ, ആ ഒരു കളറിലും കൂടിയിട്ട് സെയിം പാത്രം കിട്ടും കേട്ടോ. കുക്കിംഗ് പോട്ട് കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഫുജിഹോറോ 2-in-1 കുക്കിംഗ് പോട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരു ടേം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ലിങ്കല്ലേ ഞാൻ കൊടുക്കുക. അപ്പോൾ അത് കുറേ അധികം പേർക്കൊന്നും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അന്ന് ആ ബിരിയാണി കുക്ക് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ ഉള്ളവർക്കാണ് അത് കൂടുതലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഇത് ആമസോണിൽ കിട്ടാനുണ്ട്. അപ്പോൾ അത് ആമസോൺ ഇന്ത്യയിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. UAE-ലൊക്കെ അവൈലബിൾ ആണ്. ആമസോൺ UAE-ലൊക്കെ അവൈലബിൾ ആണ്. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഇത്. നമുക്ക് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പാത്രം യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ മാത്രമല്ല ഇതിന് അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല വലിപ്പമുള്ള പാത്രമാണിത്. എന്താ പറയുക, ഒരു 4 പേർക്കൊക്കെ ഉള്ള ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഇതിൽ ആക്കാം. അതിൽ കൂടുതലും പറ്റൂട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് 4 പറഞ്ഞേ ഉള്ളൂ. പിന്നെ കാണാനും നല്ല ഭംഗിയല്ലേ ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഉള്ള പാത്രമാണ്. പിന്നെന്താ, ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ് ഇല്ലേ, അതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പം ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൈൻഡർ ആട്ടോ ഇത്. 2 ജാറോട് കൂടിയിട്ടാണ് വരിക. അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതുവരെ ഇതിന് അങ്ങനെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഈസിയാണ് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നിപ്പോൾ ആ പൊടിച്ച മസാലകൾ ഞാനിതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അത് ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ചൂട് പോയതിന് ശേഷം ഈ ബോട്ടിലേക്ക് ആക്കാമെന്ന് വെച്ചിട്ട് ഈ ബോട്ടിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചുണ്ടായിരുന്നത് ഇതിനകത്തുണ്ടായിരുന്നു, എടുത്തിട്ട് കഴുകി വെച്ചതായിരുന്നു. നേരത്തെ ആ കഴുകിക്കൊണ്ടിരുന്നില്ല ഞാനവിടെ, അത് തന്നെ കേട്ടോ. അപ്പോൾ കഴുകി വെച്ചതായിരുന്നു. അതിനുശേഷം എന്താ ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായേൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചായേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടില്ലേ കുറേ ദിവസമായിട്ട് കയറുന്നുണ്ടായിരുന്നു ആ ഒരു എഗ് പപ്സ് ഇല്ലേ, നാട്ടിലെ ബേക്കറീസിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുമെന്നല്ല, ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. വളരെ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടത്. പിന്നെ ആ പപ്സിലേക്ക് വേണ്ടുന്ന ആ ഒരു എഗ്ഗൊന്ന് ഈ എഗ് ബോയിലർ യൂസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ 3 മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് 3 മുട്ട ആവശ്യമില്ല, 2 മതി. അപ്പോൾ 2 ആകുമ്പോൾ 4 പപ്സ് അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കുക, ഹാഫായിട്ടല്ലേ യൂസ് ചെയ്യുക. പിന്നെ ആ 1 ഇല്ലേ, അതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഞാൻ ബോയിൽ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് വേണ്ടുന്ന ഉള്ളിയും ഇഞ്ചിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ 2 സവാള എല്ലാം യൂസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് 4 പപ്സാട്ടാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ധാരാളമാണ്. പിന്നെ ഇന്നെൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ ഫ്രണ്ടിനും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. യൂഷ്വലി ഞാനിങ്ങനെ ചായയുടെ സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ള ഒന്നും ഞാനങ്ങനെ അധികം കഴിക്കലില്ല. ഇങ്ങനെ ഒരുപാട് കൊതിയൊക്കെ ആവുന്ന സമയത്ത് മാത്രമാണ് കഴിക്കലുള്ളൂ. അതിപ്പം ഇതാണെങ്കിലും അല്ലെങ്കിൽ ചിപ്സ് പോലുള്ള ഐറ്റംസൊക്കെ ഇല്ല, അതാണെങ്കിലും ഞാനങ്ങനെ അധികം കഴിക്കലില്ല. അപ്പം ഇന്നെന്തായാലും നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ബേക്കറീസിൽ കിട്ടുന്ന ഈ ഒരു എഗ് പപ്സ്. പക്ഷേ ഇതിൻ്റെ മീറ്റിൻ്റെ ബീഫിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ എന്നാൽ എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എഗ്ഗിൻ്റെ പപ്സ് കഴിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടോ. അപ്പോൾ മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ ഒരു ബൗളിൽ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് എന്താ പറയുക, എന്നിട്ട് തോല് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തത്. ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളിയില്ലേ, സവാളയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ അങ്ങനെ വഴണ്ട് വരണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. കാര്യം ഇത് നമ്മളിനി ബേക്ക് ചെയ്യുമല്ലോ, അപ്പോൾ അത് ഓവർ കുക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് കാണുന്നില്ലേ, ആ ഒരു പാകത്തിലാണ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഗരം മസാലയില്ലേ ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള അതിന്ന് കുറച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ എല്ലാം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് പെരുംജീരകത്തിൻ്റെ പൊടിയിട്ട്. അതൊരു 1/4 ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ ആ വലിയ ജീരകം ഇല്ലേ, അത് ഗരം മസാല എല്ലാം ചേർക്കുന്ന ജീരകം, അതിൻ്റെ പൊടി സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് എക്സ്ട്രാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബേക്കറീസിലൊക്കെ കിട്ടുന്ന ആ ഒരു നാട്ടിലിട്ട് കിട്ടുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് എപ്പോഴും, മുമ്പ് ഞാൻ ഈ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടല്ല പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചേർക്കുന്നുണ്ട്. അതിന് മുന്നേന്നും ഞാൻ ഗരം മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് അപ്പോഴൊക്കെ ആ ഒരു ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വരില്ല. പിന്നീടാണ് എനിക്ക് ആ റെസിപ്പി കിട്ടിയത്. അതിൽ കുറച്ച് എന്ന് വെച്ചിട്ട് ഒരുപാടാവാൻ പാടില്ല. പെരുംജീരകത്തിൻ്റെ പൊടി വല്ലാത്ത കുത്തുണ്ടാവും, ആ ഒരു പെരുംജീരകത്തിൻ്റെ കുത്ത് വല്ലാണ്ട് വരും. കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക, അപ്പോൾ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക, പച്ചമണമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്, വഴറ്റി ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇതിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. നല്ലോണം ചൂടായിട്ടുള്ളത് ആ ഒരു പാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഞാനൊന്ന് കോരി മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ പേസ്ട്രി ഷീറ്റ് എന്നെല്ലാം പറിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പഫ് ആൻഡ് പേസ്ട്രി ഷീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. 4 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെള്ളമില്ലേ, സാധാരണ നമ്മുടെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു മസാലയല്ലേ ഇപ്പം ഉണ്ടാക്കി വെച്ചത്, അത് തണുത്തതിന് ശേഷം അതും കൂടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് മുട്ട കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കമിഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എഗ് യോക്ക് അടിയിൽ പോണ തരത്തിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു പേസ്ട്രി ഷീറ്റ് ഒന്ന് മടക്കിയെടുക്കുകയാണ്. ആ മസാലയൊക്കെ ഉള്ളിൽ ആകുന്ന തരത്തിലൊന്ന് മടക്കിയെടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എഗ് പപ്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുക. എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയായിട്ടാണ് വരിക. ഈ ഒരു ഷേപ്പിലല്ലേ എഗ് പപ്സ് ഉണ്ടാവുക. മറ്റേ ബീഫിൻ്റെ ഒക്കെ ആണെങ്കിൽ 2ആയിട്ട് മടക്കിയിട്ടാണ് ഉണ്ടാവുക. ചിക്കനും ഒക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുക. എഗ് എപ്പോഴും ഇങ്ങനെയല്ലേ അധികവും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലാട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം. അതിൻ്റെ ആ ഒരു പേസ്ട്രി ഷീറ്റിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് വലിച്ചതിന് ശേഷം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതവിടെ സ്റ്റിക്ക് ചെയ്തിരുന്നോളും. ഇനിയിപ്പോൾ അഥവാ അത് സ്റ്റിക്ക് ചെയ്യുന്നിട്ട് ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആ ഒരു ഏരിയയിലൊന്ന് ആക്കി കൊടുത്താൽ മതി, അത് ഒട്ടിയിരുന്നോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എഗ് വൈറ്റ് ആണ് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ബ്രൗൺ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പപ്സ് മൊരിഞ്ഞ് വരില്ലേ, റെഡി വരില്ലേ ആ ഒരു സമയത്ത്. അപ്പം 4 ഞാനങ്ങനെ എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എഗ് വൈറ്റ് കേട്ടോ. ഇപ്പോൾ ഞാൻ അവനിലേക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സമയം കൊണ്ട് ചായക്കുള്ള വെള്ളം വെച്ചതാട്ടാ. ചായക്കുള്ള വെള്ളവും പാലും കൂടിയിട്ട് വെച്ചതായിരുന്നു. അതിലേക്ക് ഇനിയിപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് ഓഫ് ചെയ്തെടുക്കും.
ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാട്ടാ. ചായ പാത്രത്തിലേക്ക് ചായയും വെള്ളവും വെച്ചിട്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് ഓഫ് ചെയ്തെടുക്കുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുക പിന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ലെന്ന്. അങ്ങനെ നല്ല കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഞാനത് പറയുന്നതാണ്, നിങ്ങൾക്കൊന്നും തോന്നാൻ പാടില്ല. ചായ ഉണ്ടാക്കാനൊക്കെ ആർക്കല്ലേ അറിയാത്തത്. അപ്പോൾ ആർക്കെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ സോറി എൻ്റെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ പപ്സ് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോൾ പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരെണ്ണം ഇങ്ങനെ തുറന്നു പോകും. അതെന്താണെന്ന് എനിക്കറിയില്ല, എപ്പോഴും ഉണ്ടാവും. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണയും ആളത് മനഃപൂർവ്വം വന്ന് നോക്കിയത് അത്രേ, ഒരെണ്ണം അങ്ങനെ ആവുന്നുണ്ട്. എനിക്കറിയില്ല, അത് എപ്പോഴും ഉണ്ടാവും. എനിക്കോട് ആദ്യം ഞാൻ ഒട്ടിച്ചെടുക്കില്ലേ, ആദ്യം മടക്കിയെടുക്കുന്ന ആ ഒരു പപ്സാണെന്ന് തോന്നുന്നു അങ്ങനെ ആവുന്നത്. അതിലും ഇതിലും അതങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റുകയാണ്. പിന്നീട് ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയും പപ്സും കൂടിയിട്ട് സെർവ് ചെയ്യാണ്. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഈവനിങ് സ്നാക്കാട്ടോ ഇത്, പപ്സും ചായയും. അതും അതിൽ ഈ മുട്ട പപ്സ് തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ്. മറ്റേതൊന്നും ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ എഗ് പപ്സിനോടാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പപ്സിൻ്റെ ഒരു റെസിപ്പി ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു അടിപൊളി റെസിപ്പി ആട്ടോ അത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.